നമസ്കാരം. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് സഭയിൽ. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG പറയുന്നു. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധനമാനേജ്മെന്റിലും പാളിച്ചുണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CAG റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. സംസ്ഥാനത്ത് കടമെടുപ്പ് തുടരുകയാണെന്നും തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയുണ്ടെന്നുമാണ് CAG വിശദമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വകമാറ്റലുണ്ടായി. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാള സമ്പാളൂരിൽ ആശങ്ക പരത്തിയ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പള്ളിയിലെ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ യുവാവിനെ മണിക്കൂറുകൾ നീണ്ട അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ സുരക്ഷിതമായി താഴെയിറക്കി. പാലപ്പിള്ളി നടാംപാടം കള്ളിച്ചിത്ര ഉന്നതിയിൽ കാട്ടാന ആക്രമണത്തിൽ ഊരുമൂപ്പന് ഗുരുതര പരിക്ക്. വിറകെടുക്കാൻ കാട്ടിൽ പോയതിനിടെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി സർക്കാർ രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയുടെ പ്രഥമ ശുപാർശകൾ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. മാള സമ്പാളൂരിൽ ആശങ്ക പരത്തി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പള്ളിയിലെ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ യുവാവിനെ മണിക്കൂറുകൾ നീണ്ട അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ സുരക്ഷിതമായി താഴെയിറക്കി. സമ്പാളൂർ പള്ളി വികാരി ഫാദർ ജോൺസൺ പങ്കയത്തിന്റെ ഇടപെടലാണ് രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായത്. മാള സമ്പാളൂർ പള്ളിയിലെ വാട്ടർ ടാങ്കിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ സുരക്ഷിതമായി താഴെയിറക്കി. ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോടെയാണ് സംഭവം. ചേർത്തല സ്വദേശിയായ പ്രിൻസ് എന്ന യുവാവാണ് ടാങ്കിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്നാണ് പ്രാഥമിക വിവരം. യുവാവ് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ എന്താവശ്യമാണ് ഉന്നയിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവം അറിഞ്ഞതോടെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. നിരവധി നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടി. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ സമ്പാളൂർ പള്ളി വികാരി ഫാദർ ജോൺസൺ പങ്കയം യുവാവുമായി സംസാരിക്കുകയും അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഫാദറുടെ ഇടപെടൽ ഫലം കണ്ടതോടെ യുവാവ് ടാങ്കിൽ നിന്ന് സുരക്ഷിതമായി താഴെ ഇറങ്ങുകയായിരുന്നു. തുടർന്ന് യുവാവിനെ പോലീസും ബന്ധപ്പെട്ട അധികൃതരും കൂടുതൽ നടപടികൾക്കായി ഏറ്റെടുത്തു. സംഭവം സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. അദ്ദേഹം ഒരു കണ്ടീഷൻ പറഞ്ഞു, അവിടെ നിൽക്കുന്ന എല്ലാവരും മാറി നിൽക്കണം. ഇതേപോലെ ഒരു പേപ്പറിൽ വന്നിരിക്കുന്ന എല്ലാവരും പേരുകളെല്ലാം എഴുതി പുള്ളിക്ക് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരെല്ലാവരും അത് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ പേപ്പറായിട്ട് ഞാൻ ടാങ്കിൻ്റെ മുകളിലേക്ക് ഞാൻ കടന്നുവരെ തരാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ പുള്ളിയോട് സ്നേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അച്ഛനോട് ഞാൻ എല്ലാം തുറന്നു പറയാം. അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ആശ്വാസമായി. കാരണം ഇത്രയും പോലീസുകാരും ഫയറേഞ്ചിനും അതേപോലെ എല്ലാവരും വിഷമിച്ചിരിക്കുക താഴെ വലയൊക്കെ പിടിച്ച് ചാടിയാണെങ്കിലും പിടിക്കാൻ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയുമ്പോൾ ചാടി കഴിഞ്ഞാൽ നമുക്കറിയാലോ ഉണ്ടാവുന്ന ഭവിഷ്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിളിച്ചെന്ന് എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് കേൾക്കാമെന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു. അങ്ങനെയാണ് പേപ്പറെല്ലാം ഒപ്പിടിച്ച്. മീഡിയ ടൈം മാള. പാലപ്പിള്ളി നടാംപാടം കള്ളിച്ചിത്ര ഉന്നതിയിൽ കാട്ടാന ആക്രമണത്തിൽ ഊരുമൂപ്പന് ഗുരുതര പരിക്ക്. വിറകെടുക്കാൻ കാട്ടിൽ പോയതിനിടെയാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലപ്പിള്ളി നടാംപാടം കള്ളിച്ചിത്ര ഉന്നതിയിൽ കാട്ടാന ആക്രമണത്തിൽ ഊരുമൂപ്പന് ഗുരുതരമായി പരിക്കേറ്റു. കള്ളിച്ചിത്ര സ്വദേശിയായ 70 വയസ്സുള്ള ഗോപാലനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. ഉന്നതിക്ക് സമീപമുള്ള വനമേഖലയിൽ വിറകെടുക്കാൻ പോയ സമയത്താണ് ഗോപാലനെ കാട്ടാന ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗോപാലനെ ആദ്യം സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം പ്രദേശത്ത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. വനാതിർത്തി മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. വന്യജീവി ആക്രമണങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ
കൂടുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്തെ പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി സർക്കാർ രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയുടെ പ്രഥമ ശുപാർശകൾ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിലയിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ പ്രഥമ ശുപാർശകൾ ആരോഗ്യമന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഒരാഴ്ചക്കാലമായി വിവിധ മേഖലകളിലെ വിദഗ്ധർ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുമായി നടത്തിയ യോഗങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചാണ് ശുപാർശകൾ തയ്യാറാക്കിയത്. ലഭ്യമായ വിവരങ്ങളും ഡാറ്റകളും വിശദമായി വിശകലനം ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് കമ്മിറ്റി വ്യക്തമാക്കി. റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. എക്സ്പെർട്ട് കമ്മിറ്റി ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ റിസർച്ച് നടത്തി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പിന്നീട് നൽകും. പക്ഷെ ഇപ്പോഴ് ഈ പകർച്ചവ്യാധികളൊക്കെ വളർന്നൊരു സാഹചര്യത്തിൽ അതിന് പെട്ടെന്ന് റിലീഫിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഇനി ജില്ലകളിൽ ചെന്ന് അവിടുത്തെ ഓരോ പ്രദേശങ്ങളിൽ ഈ ഹോട്ട്സ്പോട്ടുകൾ അവിടെയൊക്കെ ചെന്ന് പരിശോധന നടത്തി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. ഏതായാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കമ്മിറ്റി അതിൻ്റേതായിട്ടുള്ള റിപ്പോർട്ട് നൽകിയതിൽ ഗവൺമെൻറ്റിന് അവരോട് നന്ദിയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കൂടുതൽ മേഖലകളിലും പ്രദേശങ്ങളിലും വിശദമായ പഠനം നടത്തി സമഗ്ര റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുമെന്ന് ഹൈപവർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ SS ലാൽ അറിയിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണത്തിനും പൊതുജനാരോഗ്യ സംരക്ഷണത്തിനുമായി ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ നടപടികൾക്ക് ഈ റിപ്പോർട്ട് വഴികാട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പുത്തഞ്ചിറ പഞ്ചായത്തിലെ പ്രധാന ഗതാഗത പാതയായ മാള കോണത്തുകുന്ന് റോഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യക്ഷമമായി നടപ്പാക്കിയില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. റോഡരികിലെ തൂപ്പുകളും മൂടിക്കിടക്കുന്ന കാനകളും ഗതാഗതത്തിനും മഴവെള്ള ഒഴുക്കിനും തടസ്സമാകുന്നു എന്നാണ് ആരോപണം. പുത്തഞ്ചിറ പഞ്ചായത്തിലെ പ്രധാന ഗതാഗത പാതയായ മാള കോണത്തുകുന്ന് റോഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണം പ്രാവർത്തികമായില്ലെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. റോഡരികിൽ വളർന്നു നിൽക്കുന്ന തൂപ്പുകളും കാടുകളും വെട്ടിമാറ്റാത്തത് വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി കാനകൾ മണ്ണും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി മൂടിക്കിടക്കുകയാണ്. ഇതുമൂലം ശക്തമായ മഴ ലഭിക്കുമ്പോൾ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഈയിടെ നവീകരിച്ച റോഡിന്റെ ദീർഘായുസ്സിനും വെള്ളക്കെട്ട് ഭീഷണിയാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ഡ്രൈ ഡേ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി റോഡരികുകളും കാനകളും ശുചീകരിക്കാൻ കഴിയുമായിരുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോട് പഞ്ചായത്ത് മുഖം തിരിച്ചു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. മീഡിയ ടൈം, മാള. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പൊയ്യ വടക്കേ പൂപ്പത്തി LP സ്കൂളിൽ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബൈജു തോമസ് കിക്ക് ഓഫ് നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക കീർത്തി, വടക്കേ പൂപ്പത്തി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് PM രാധാകൃഷ്ണൻ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണം നടന്നു. കഥാകൃത്തും സംഗീതജ്ഞനുമായ AK കർണൻ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു വ്യക്തിയായിട്ട് മാറി, ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് മാറുന്നത് ആരാണോ ആർക്കും വീട്ടിൽ ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയാണ് ഗുരു.
സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകാതിരുന്നതിൻ്റെ ആ ദുരന്തം മനസ്സിലാക്കി തന്നോട് കണക്ക് ചോദിച്ച ആ കൊച്ചു പെൺകുട്ടിയെ ഗുരുവാക്കി കണ്ട് ആ കുട്ടിയിൽ നിന്ന് അക്ഷരങ്ങൾ പഠിച്ച് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന രംഗത്തെ ഏറ്റവും മികച്ച വ്യക്തികളിൽ ഒരാളായിട്ട് മാറാണ് VP ഭട്ടതിരിപ്പാട്. PTA പ്രസിഡന്റ് EP രാജീവ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക TK സുജാത, SMC ചെയർമാൻ അനിൽ ജോൺ, MPTA പ്രസിഡന്റ് ജീപ മില്ലർ, ER തുഷാരിക, സൂരജ് K ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള സമ്പാളൂരിൽ ആശങ്ക പരത്തിയ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പള്ളിയിലെ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ യുവാവിനെ മണിക്കൂറുകൾ നീണ്ട അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ സുരക്ഷിതമായി താഴെയിറക്കി. പാലപ്പിള്ളി നടാംപാടം കള്ളിച്ചിത്ര ഉന്നതിയിൽ കാട്ടാന ആക്രമണത്തിൽ ഊരുമൂപ്പന് ഗുരുതര പരിക്ക്. വിറകെടുക്കാൻ കാട്ടിൽ പോയതിനിടെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി സർക്കാർ രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയുടെ പ്രഥമ ശുപാർശകൾ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.